ഇടതുമുന്നണിക്കെതിരെയും സർക്കാരിനെതിരെയും പ്രചരണം നടത്താൻ സമരം ചെയ്തിരുന്ന ആശമാരും സൂസിമാരുമൊക്കെ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവർ പ്രചാരണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്താനാണ് അസോസിയേഷന്റെ തീരുമാനം. ആശാവർക്കേഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയുടെ നേതൃത്വത്തിൽ വീടുകൾ തോറും കയറി ഇറങ്ങിയാണ് ഇവർ വോട്ട് പിടിക്കുന്നത്. യഥാർത്ഥ ആശമാർ ജോലിക്ക് പോകുമ്പോൾ ഇവർ കുറച്ചുപേർ ആളെ പറ്റിച്ച് സമരം ചെയ്ത് ജീവിക്കുകയാണ്. ഈ നിലമ്പൂരിൽ സർക്കാർ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഇവരുടെ സുരക്ഷയ്ക്ക് പോലീസിനെ നിയോഗിക്കണമെന്നതാണ്. എപ്പോഴും ഒരു നിരീക്ഷണം ഇവരുടെ മേൽ ഉണ്ടായിരിക്കുകയും വേണം. അല്ലാത്ത പക്ഷം തങ്ങളെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ പരാതികൾ വരാൻ ചാൻസ് ഉണ്ട്. അത് ഇലക്ഷന്റെ തലേ ദിവസമായിരിക്കും മിക്കവാറും നടക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു പരാതി വന്നാൽ അത് ഏറ്റുപിടിക്കാൻ UDF മുന്നിൽ ഉണ്ടാകും എന്നതും ഓർക്കണം. നിലമ്പൂരിലെ വീടുകളിൽ ഇവർ വരുമ്പോൾ അവിടുത്തെ വോട്ടർമാർക്ക് ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്ക് കീഴിലെ സന്നദ്ധ പ്രവർത്തകരായ ആ കാര്യം ഊന്നി ചോദിക്കണം. സന്നദ്ധ പ്രവർത്തകരായ നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഓണറേറിയമായി ഇപ്പോൾ നൽകുന്നത് 7000 രൂപയാണ്. എന്നാൽ കേന്ദ്രം ഇൻസെന്റീവ് ഇനത്തിൽ നിങ്ങൾക്ക് നൽകി വരുന്നത് വെറും 3000 രൂപയാണ്. ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി ആയിരുന്നിട്ട് കൂടി 7000 രൂപ നൽകി വരുന്ന സംസ്ഥാന സർക്കാർ ഈ 7000 എന്ന തുക 21,000 വർദ്ധിപ്പിച്ച് നൽകണം എന്ന വിചിത്ര ആവശ്യം ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് 3000 രൂപ മാത്രം നൽകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാത്തത്? കേരളത്തിലെ ആകെയുള്ള ആശാ വർക്കർമാരിൽ 90% നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? 7000 രൂപ ഇപ്പോൾ തരുന്ന LDF സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ വെറും 1000 രൂപ മാത്രം നൽകിയ UDF-നെ ആണോ നിങ്ങൾ പിന്തുണയ്ക്കുന്നത്? ഒരു ആശയും സൂസിയും ഇതിനൊന്നും ഉത്തരം പറയാൻ നിൽക്കില്ല. ഇത് സ്പോൺസേഡ് സമരമാണ്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയവുമുണ്ട്. ഇവർ ആരും നിഷ്പക്ഷരല്ല. ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് യഥാർത്ഥ ആശമാരെ ഈ കൂട്ടർ പ്രതിനിധാനം ചെയ്യുന്നില്ല. ചട്ടിയുമായി നടന്ന മറിയക്കുട്ടി, വാളയാറിലെ അമ്മ, അവരെ പോലെ നിങ്ങളെ പൊതുജനം ഇനി കാണുകയുള്ളൂ. യാതൊരു ന്യായമായ ആവശ്യമോ വ്യക്തമായ ലക്ഷ്യമോ ഇല്ലാത്ത പ്രായോഗിക യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപറ്റം സ്ത്രീകളെ തെരുവിലിറക്കിയതിന് ഇതിന്റെ സംഘാടകരാണ് വാസ്തവത്തിൽ സമാധാനം പറയേണ്ടത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അതാണ് ആശാ വർക്കർമാർ. കേന്ദ്ര സർക്കാർ പറയുന്നത് ഇവർ സന്നദ്ധ പ്രവർത്തകർ ആണെന്നാണ്. ഇവരുടെ ചെലവുകൾ 60:40 എന്ന രീതിയിൽ ഷെയർ ചെയ്യണം. 2000 രൂപ പ്രഖ്യാപിച്ചാൽ 60% 1200 രൂപ കേന്ദ്രവും 40% 800 രൂപ സംസ്ഥാനവും നൽകണം. എന്നാൽ കേരള സർക്കാർ ഈ 800 രൂപയ്ക്ക് പുറമെ 5000 രൂപയും ഇൻസെന്റീവായി 6300 രൂപയും നൽകുന്നു. കേന്ദ്രം 1200 രൂപ കൊടുക്കുമ്പോൾ കേരളം 12100 രൂപ കൊടുക്കുന്നു. അപ്പോൾ ആശമാരുടെ സമരം കേന്ദ്രത്തിന് എതിരെയാണ് വേണ്ടത്. അവർ പ്രഖ്യാപിച്ച 2000 രൂപ 10000 രൂപ ആക്കിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ആശമാർക്ക് എല്ലാം ചേർത്ത് 21,300 രൂപ വരെ കിട്ടും. അതിലും കേന്ദ്രം നൽകുന്നത് 6000 മാത്രമായിരിക്കും. നിങ്ങളുടെ സമരപ്പന്തലിൽ വന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഡാൻസ് കളിച്ച് പോകുമ്പോൾ എല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞത് എന്തായി എന്ന് ചോദിക്കുക. അതിന് മറുപടി കിട്ടിയ ശേഷം നിലമ്പൂരിലെ ഈ പ്രഹസന സമരം തുടരുക.